Okay, once again, welcome to Orientation Program 11.0. നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ കോമൺ സെഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളുടെ പ്രോഗ്രാം വൈസ് ആയിട്ടുള്ള സെഷൻസുകളാണ്. അതിൽ നമ്മുടെ വെരി ഫസ്റ്റ് സെഷനാണ് സിലബസ് ഡീകോഡിംഗ് ക്ലിനിക്. അതായത് നിങ്ങളുടെ സിലബസിനെ കുറിച്ചിട്ട് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്ന ഒരു സെഷനാണ് ഇത്. അപ്പൊ ബികോം എഫ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സിലബസ് ഡീകോഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഇന്നത്തെ സെഷനിൽ ഈ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് ഞാൻ രാഖി മാം പ്ലസ് അനുഷ്യ മാം ഉണ്ട്, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. കൂടെ റെക്കോർഡിംഗ് ഡ്യൂട്ടി അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അനുഷ്യ മാം ഉണ്ട്, കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ. സോ നമുക്ക് അധികം താമസിയാതെ നമ്മുടെ സെഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, കിടക്കാം. സോ ഇഗ്നോർ സിലബസ് ഡീകോഡിംഗ് ബാച്ചിലർ ഓഫ് കോമേഴ്സ് ബികോം എഫ്. നമ്മൾ കോഴ്സസ് എന്താണ്, ബ്ലോക്ക് എന്താണ്, യൂണിറ്റ്സ് എന്താണ്, ക്രെഡിറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയട്ടെ, ഇതില് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ഹൗ ഇഗ്നോ ഓർഗനൈസസ് വാസ്റ്റ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ. എങ്ങനെയാണ് ഓരോ കോഴ്സിലേക്ക്, ഓരോ ബ്ലോക്കിലോട്ടും യൂണിറ്റിലോട്ടും എങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്, അവരുടെ സിലബസ് കവർ ചെയ്ത് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് സ്ട്രക്ചർ, എങ്ങനെയാണ് തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, എങ്ങനെയാണ് എന്നിട്ട് സെമസ്റ്റർ വൈസും ഇയർ വൈസും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു സ്റ്റഡി ഫ്ലോ പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു പാർട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത് ഇന്നത്തെ നമ്മുടെ സെഷനിൽ. സോ ഇതിന്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ സ്ട്രക്ചർ ഓഫ് സിലബസ് പറയുന്നുണ്ട്, പ്രോഗ്രാം ഓവർവ്യൂ പറയുന്നുണ്ട്, ബികോം എഫിന്റെ ഡീറ്റെയിൽഡ് കോഴ്സ് ഡീകോഡിംഗ് ചെയ്യുന്നുണ്ട്, ലേണിംഗ് സപ്പോർട്ട് റിസോഴ്സസ്, അതായത് ലേൺ വൈസിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അത് കവർ ചെയ്ത് പോകാനായിട്ടുള്ള എന്തൊക്കെ റിസോഴ്സസുകളാണ് ഉള്ളതെന്ന് നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഈ ഒരു പാർട്ടില്. അപ്പൊ ഇത് നമുക്ക് നോക്കാം, എങ്ങനെയാണ് ഇഗ്നോ സിലബസ് ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഹൈറാർക്കി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ പ്രോഗ്രാം, നിങ്ങളുടെ പ്രോഗ്രാം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയേണ്ടതാണ് ബികോം എഫ്. നിങ്ങളുടെ പ്രോഗ്രാം ആണ് എന്ത്, ബികോം എഫ് എന്ന് പറയുന്നത്. അത് നമുക്ക് എന്താണ്, നിങ്ങളുടെ ബികോം എഫ് എന്ന് പറയുന്നത് ഇയർ വൈസ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. അതിൽ ഓരോ സബ്ജക്റ്റിന് നമ്മളിവിടെ സബ്ജക്ട് എന്നുള്ള കോഡല്ല നമ്മൾ യൂസ് ചെയ്യുക, കോഴ്സ് എന്നാണ് ഉദ്ദേശിക്കുക. പലരും കോഴ്സ് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പലരും പറയും ബികോം എന്ന്, പക്ഷെ അങ്ങനെയല്ല. പ്രോഗ്രാം ആണ് ബികോം എഫ്, കോഴ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്ട് നെയിമുകളാണ്. ആ ഓരോ സബ്ജക്റ്റിന്റെ ഉള്ളിലും നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, ബ്ലോക്ക് വൈസ് ആണ് നിങ്ങൾക്ക് കണ്ടന്റ് വരിക. ഈ ബ്ലോക്കിന്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത്, യൂണിറ്റ്സുകൾ ഉണ്ടാകുന്നത്. സിമിലർ പാറ്റേണിൽ അല്ലെങ്കിൽ സിമിലർ കണ്ടന്റ് വരുന്ന യൂണിറ്റ്സിനെ ക്ലബ് ചെയ്തുകൊണ്ട് ഒരു ബ്ലോക്ക് ആക്കുന്നു. അതിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്താണ്, ആ ബ്ലോക്കിനെ ഡിവൈഡ് ചെയ്തുകൊണ്ട് യൂണിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഓൾറെഡി മേ ബി നിങ്ങളുടെ കോഴ്സ് വർക്കൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ അതിലൂടെയൊക്കെ നിങ്ങൾ ഗോ ത്രൂ ചെയ്തപ്പോൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കും. ഇനി ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഇഗ്നോയിൽ കോഴ്സ് കോഡ് ഉണ്ട്. കോഴ്സ് കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ BCOC 131 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ കോഴ്സ് കോഡാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതേപോലെ ഓരോ സബ്ജക്റ്റിനും നിങ്ങൾക്ക് എന്ത് വരുന്നുണ്ട്, കോഴ്സ് കോഡുകൾ ഉണ്ട്. ഇപ്പൊ BCOC 134, BCSC 132, 133, അങ്ങനെ ആ രീതിയിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അല്ലെ BCOC എന്ന് പറയുമ്പോൾ കൊമേഴ്സ് കോർ എന്ന രീതിയിലാണ് എന്ത് വരുന്നത്, ആ COC എന്ന് പറയുന്ന പാർട്ടിന് നമ്മൾ പറയുന്നത്. ഇനി ക്രെഡിറ്റ് പാർട്ട് എന്താണെന്ന് നോക്കാം. നിങ്ങൾക്ക് ഓരോ സബ്ജക്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും ഇത്ര ക്രെഡിറ്റ് എന്ന്, നിങ്ങളുടെ സിലബസിൽ കാണാൻ പറ്റും ക്രെഡിറ്റ് എന്ന്. അപ്പോൾ അത് ഒരിക്കലും നിങ്ങൾ മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. ഒരു ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരു സബ്ജക്റ്റിന് 6 ക്രെഡിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 hours ഓഫ് സ്റ്റഡിയാണ്. അതായത് ആ സബ്ജക്ട് പഠിക്കാനായിട്ട് നിങ്ങൾ എത്ര സമയം സ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഒരു 1 ക്രെഡിറ്റ് ആണെങ്കിൽ മീൻസ് 30 hours ഓഫ് സ്റ്റഡി ടൈം ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി എപ്പോഴും കാണാം 4 ക്രെഡിറ്റ് 6 ക്രെഡിറ്റ്സ് എന്നൊക്കെയാണ് കാണിക്കുക. അപ്പൊ 4 into 30 അല്ലെങ്കിൽ 6 into 30 120 അല്ലെങ്കിൽ 180, അങ്ങനെയാണ് നിങ്ങൾ എന്ത് വരുന്നത്, നിങ്ങളുടെ 180 hours അല്ലെങ്കിൽ 120 hours ഓഫ് സ്റ്റഡി ടൈം ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് വരുന്നത്. നോർമലി എപ്പോഴും മാക്സിമം പോവാ 6 ക്രെഡിറ്റ് ആണ് വരിക, മിനിമം 4 ക്രെഡിറ്റ് ആണ് നിങ്ങളുടെ എന്ത് വരുന്നത്. ഇനി എന്താണ് ബ്ലോക്ക് എന്ന് നോക്കാം. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ഉള്ളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഇൻട്രഡക്ഷൻ പാർട്ട് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലബ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, നമ്മൾ പറയില്ലേ മൊഡ്യൂൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ബ്ലോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടോപ്പിക്കുകൾ കവർ ചെയ്ത് പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണെങ്കിൽ അതിന്റെ ഇൻട്രഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അതിന്റെ ബ്ലോക്ക് 1 വരുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഇൻട്രഡക്ഷൻ ടു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, പിന്നെ നിങ്ങൾക്ക് ജേർണൽ ക്രിയേഷൻ, പിന്നെ ലെഡ്ജർ ക്രിയേഷൻ, അങ്ങനെ ഓരോരോ യൂണിറ്റുകളായിട്ട് സബ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും.
ഇനി നിങ്ങൾക്ക് പ്രോഗ്രാം സ്നാപ്ഷോട്ട് നോക്കാം. നിങ്ങൾക്ക് 8 സബ്ജക്ട്സ് ആണ് നിങ്ങൾക്ക് ബികോം എഫിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ മിനിമം 4 ക്രെഡിറ്റ്, മാക്സിമം 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. എല്ലാം തിയറി പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള സബ്ജക്ട്സുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെയാണ് BCUC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് തിയറി പേപ്പർ ആണ്. ഇതിന്റെ കണ്ടന്റ്, അതിന്റെ അവൈലബിലിറ്റി, നമ്മുടെ ആപ്പിലുള്ള അവൈലബിലിറ്റി നമ്മൾ പറയേണ്ടതാണ്. അത് ഫുള്ളി അവൈലബിൾ ആണ്. 6 ക്രെഡിറ്റ് ആണ് ഇതിനുള്ളത്. പിന്നെ BCUC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് തിയറി സബ്ജക്റ്റ് ആണ്. ഫുള്ളി അവൈലബിൾ ആണ്. 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. പിന്നീട് BCUC 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബിസിനസ് സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ് തിയറി സബ്ജക്ട് തന്നെയാണ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഫസ്റ്റ് ഇയറിലെല്ലാം തിയറിയാണ്. ആപ്പിലെല്ലാം അവൈലബിൾ ആണ്. 4 ക്രെഡിറ്റ് ആണ്. BECC 101 ഇതൊക്കെ കോഴ്സ് കോഡുകളാണ് കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ഇന്റർ ഡിസിപ്ലിനറി കോഴ്സ് ആണ്. ഫുള്ളി അവൈലബിൾ ആണ്. 4 ക്രെഡിറ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് വരുന്നത്. പിന്നെ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് BRL 101 എന്നാണ് പറയാ. 6 ക്രെഡിറ്റ് ആണ്. പിന്നെ പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് BCOS 186 4 ക്രെഡിറ്റ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് VAE 181 4 ക്രെഡിറ്റ് ആണ്. പിന്നെ വാല്യൂ എഡ്യൂക്കേഷൻ BED SV 101 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. ഓക്കെ, ഇനി കോഴ്സ് പാർട്ടിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ ഞാൻ ലോജിഷ മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ലോജിഷ മാം. രാഗി മാം പറഞ്ഞതുപോലെ നമ്മുടെ സിലബസ് എന്താണെന്നുള്ളതും നമ്മളുടെ കോഡ് എങ്ങനെയാണ് പറയുന്നത് എന്നുള്ളതും എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാൻ പോകുന്നത് സിലബസിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ഫസ്റ്റ് പേപ്പർ, നിങ്ങൾക്ക് 8 പേപ്പർ ഉണ്ട് എന്നുള്ളത് മാം ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് പേപ്പറായ BCOC 131 ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ്. അതിന് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 6 ബ്ലോക്ക് ആണ് ഉള്ളത്. ടോട്ടൽ 21 യൂണിറ്റ് ആണ് ഉള്ളത്. അതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്കും അതുപോലെ തന്നെ അക്കൗണ്ടിംഗ് പ്രോസസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട് ആൻഡ് സ്പെഷ്യലൈസ്ഡ് അക്കൗണ്ടിംഗ് സിസ്റ്റം, അതായത് ഹയർ പർച്ചേസ്, ബ്രാഞ്ച് ആൻഡ് കൺസൈൻമെന്റ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നോക്കുന്നത്. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 വരുന്നത് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്. അതിൽ ഫസ്റ്റ് നമ്മൾ ഇത് വരുന്നത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രോസസ് ഓർ റൂൾസ് ആൻഡ് ദെൻ അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഇത്രയാണ് ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 നോക്കുകയാണെങ്കിൽ അക്കൗണ്ടിംഗ് പ്രോസസ്സിൽ ജേർണൽ ആൻഡ് ലെഡ്ജർ ആൻഡ് സബ്സിഡറി ബുക്ക്, അത് ക്യാഷ് ബുക്ക്, പർച്ചേസ് ബുക്ക് അങ്ങനെയുള്ളത്. അതുപോലെ തന്നെ ട്രയൽ ബാലൻസ് ആൻഡ് എറേഴ്സ്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 കവർ ചെയ്യുന്നത് ഫൈനൽ അക്കൗണ്ട് ആണ്. അതിൽ ഡിപ്രീസിയേഷൻ ആൻഡ് ഫൈനൽ അക്കൗണ്ട് 1, അതായത് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ദെൻ ഫൈനൽ അക്കൗണ്ട് സെക്കൻഡിൽ നമ്മുടെ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളുമാണ് വരുന്നത്. അടുത്ത ബ്ലോക്ക് 4 നോക്കുകയാണെങ്കിൽ ഹയർ പർച്ചേസ് ഓർ ബ്രാഞ്ച്. അതിൽ ഹയർ പർച്ചേസ് അക്കൗണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡും ബ്രാഞ്ച് അക്കൗണ്ട് 1 ആൻഡ് സെക്കൻഡും ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് ആ ഒരു ബ്ലോക്കിൽ കവർ ചെയ്യുന്നത്. അടുത്ത ബ്ലോക്ക് 5 കൺസൈൻമെന്റ് ഓർ ജോയിന്റ് വെഞ്ചർ. അതിൽ കൺസൈൻമെന്റ് അക്കൗണ്ട് 1 ആൻഡ് സെക്കൻഡും അതുപോലെ തന്നെ ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും ഇതാണ് കവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 6 കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് ആൻഡ് ടാലി ആൻഡ് ക്രിയേറ്റിംഗ് മാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ വൗച്ചർ എൻട്രീസ് ആൻഡ് ഇൻവോയ്സിംഗ്, അതുപോലെ പ്രിപ്പറേഷൻ ഓഫ് റിപ്പോർട്ട്. ഇത്രയാണ് നമ്മുടെ BCOC 131 നമ്മുടെ ഓരോ ബ്ലോക്കിലും വരുന്ന ഓരോ യൂണിറ്റിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ നോക്കുന്നത് അടുത്ത നമ്മളുടെ കോഴ്സാണ് BCOC 132 ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ്. അതും നമുക്ക് 6 ക്രെഡിറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ 5 ബ്ലോക്ക് ആണ്, 20 യൂണിറ്റ് ആണ് വരുന്നത്. അത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ബിസിനസ് ഫൗണ്ടേഷൻസ് ആൻഡ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്, അതായത് പ്ലാനിംഗ്, ഓർഗനൈസിംഗ്, ലീഡിംഗ് ആൻഡ് കൺട്രോളിംഗ് ആൻഡ് ഫങ്ഷണൽ ഏരിയാസ്. ഇതാണ് മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ബ്ലോക്കും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ബ്ലോക്ക് 1 ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ്. അതിൽ കവർ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് ആൻഡ് ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഓർ സ്കിൽ ഡെവലപ്മെന്റ്, ദെൻ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് എത്തിക്സ് ആൻഡ് എമർജിംഗ് ഓപ്പർച്യൂണിറ്റീസ്. ദെൻ ബ്ലോക്ക് 2 ബിസിനസ് എന്റർപ്രൈസസിൽ ഫോം ഓഫ് ഓർഗനൈസേഷൻ, അതായത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ഓർ പാർട്ട്ണർഷിപ്പ്, ദെൻ ഫോം ഓഫ് ഓർഗനൈസേഷൻ സെക്കൻഡ് കമ്പാരിസൺ, ആൻഡ് ദെൻ പബ്ലിക് എന്റർപ്രൈസസ്, ദെൻ ഇന്റർനാഷണൽ ബിസിനസ് MNCs, അതായത് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെത്. ദെൻ ബ്ലോക്ക് 3 മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ. അതിൽ പ്ലാനിംഗ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ദെൻ ഓർഗനൈസിംഗ് ആൻഡ് ഡിപ്പാർട്ട്മെന്റേഷൻ ആൻഡ് അതോറിറ്റി ആൻഡ് ഡെലിഗേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ ആൻഡ് കൺട്രോൾ. ദെൻ ബ്ലോക്ക് 4 കമ്മ്യൂണിക്കേഷൻ, മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ്. അതിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോർഡിനേഷൻ ആൻഡ് മോട്ടിവേഷൻ തിയറീസ്,
ആൻഡ് ലീഡർഷിപ്പ് ആൻഡ് ടീം ബിൽഡിംഗ്. ഇത്രയാണ് ബ്ലോക്ക് 4 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 5 ഫംഗ്ഷണൽ ഏരിയാസിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഇത്രയാണ് നമ്മുടെ BCOC 132 വരുന്നത്. അടുത്ത നമ്മുടെ കോഴ്സ് പ്രൊഫൈലിൽ BCOS 183, അതായത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്. അതും 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. 5 ബ്ലോക്ക് ആണ്, 20 യൂണിറ്റ് ആണ് ടോട്ടൽ. അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വെബ് ആപ്സ്, അതുപോലെ തന്നെ ബിസിനസ് സോഫ്റ്റ്വെയർ, വേർഡ് പ്രോസസിംഗ്, പവർ പോയിന്റ് ആൻഡ് എക്സൽ ഫോർ ദ ബിസിനസ്. ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ്. ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് 5 ബ്ലോക്ക് ആണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ആണ്, അതായത് ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ, ദെൻ ആപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് വെബ് ആപ്ലിക്കേഷൻസ്, അതായത് ഗൂഗിൾ ഡ്രൈവ്, അതുപോലെ തന്നെ ഡോക്സ്, അതുപോലെ തന്നെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ. ദെൻ ബ്ലോക്ക് 2 നോക്കുവാണെങ്കിൽ ഡാറ്റ ഹാൻഡ്ലിംഗ്. ഡാറ്റ ഹാൻഡ്ലിംഗിൽ വരുന്നത് ഫസ്റ്റ് ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് IT സെക്യൂരിറ്റി മെഷേഴ്സ്, ദെൻ ഇന്റർനെറ്റ് സർവീസസ് ആൻഡ് ഇമെയിൽ, ദെൻ പ്ലാസ്റ്റിക് മണി, വാലറ്റ് ആൻഡ് ഓൺലൈൻ പേ. ദെൻ ബ്ലോക്ക് 3 വേർഡ് പ്രോസസിംഗിൽ ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസിംഗ്, ദെൻ വർക്കിംഗ് വിത്ത് വേർഡ്, ദെൻ അഡ്വാൻസ്ഡ് ടൂൾസ്, അതായത് മെയിൽ, മെർജ്, ദെൻ ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെന്റേഷൻ. ദെൻ ബ്ലോക്ക് 4 വരുന്നത് PPT ആൻഡ് മൾട്ടിമീഡിയ. അതിൽ വർക്കിംഗ് വിത്ത് പവർ പോയിന്റ്, then multimedia, then video making and YouTube, then creating business presentation. ഇത്രയാണ് ബ്ലോക്ക് 4 കവർ ചെയ്യുന്നത്. then ബ്ലോക്ക് 5 സ്പ്രെഡ്ഷീറ്റ് ആണ്. സ്പ്രെഡ്ഷീറ്റ് കൺസെപ്റ്റ് ആൻഡ് then formulas and functions and graphical presentation, advanced options and creating business spreadsheet. ഇത്രയാണ് നമ്മുടെ ബ്ലോക്ക് 5ലും കവർ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ കോഴ്സ് പ്രൊഫൈൽ നമ്മൾ നോക്കുന്നത് BECC 101 ഇൻട്രൊഡക്ടറി മൈക്രോ എക്കണോമിക്സ് ആണ്. അത് നമുക്ക് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. നമുക്ക് 6 ബ്ലോക്ക് ആണ് ഉള്ളത്. അതുപോലെ തന്നെ 17 യൂണിറ്റ് ആണ് ഉള്ളത്. ഇവിടെയും മെയിൻ ആയിട്ട് നമ്മൾ എക്കണോമിക്സിൽ ഫോക്കസ് ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ, അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ ആൻഡ് ഓർഡിനൽ അപ്രോച്ച്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്, ദെൻ മാർക്കറ്റ് സ്ട്രക്ചേഴ്സ്. ഡിഫറെന്റ് മാർക്കറ്റ് ഉണ്ട്, പെർഫെക്റ്റ് മാർക്കറ്റ്, മൊണോപ്പൊളി ആൻഡ് ഒലിഗോപ്പൊളി ആൻഡ് വെൽഫെയർ. ഇതിൽ നമുക്ക് ഓരോ ബ്ലോക്ക് വൈസ് നമ്മൾ യൂണിറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ആണ്. അതിൽ കവർ ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് ആൻഡ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനാലിസിസ്, ദെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ പ്രാക്ടീസ്. ദെൻ ബ്ലോക്ക് 2 കൺസ്യൂമർ ബിഹേവിയർ, കാർഡിനൽ അപ്രോച്ച് ആൻഡ് ദെൻ ഓർഡിനൽ അപ്രോച്ച്. അതിൽ ഇൻഡിഫറൻസ് കർവ് ആണ് ഓർഡിനൽ അപ്രോച്ചിൽ നോക്കുന്നത്. അതുപോലെ തന്നെ ബ്ലോക്ക് 3 നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. അതിൽ പ്രൊഡക്ഷൻ 1 വേരിയബിൾ ഇൻപുട്ട്, ദെൻ പ്രൊഡക്ഷൻ 2 വേരിയബിൾ ഇൻപുട്ട് തന്നെയാണ്, ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഇത്രയാണ് ബ്ലോക്ക് 3 യൂണിറ്റിൽ കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 മാർക്കറ്റ് സ്ട്രക്ചർ ആണ്. മാർക്കറ്റ് സ്ട്രക്ചറിൽ ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ദെൻ മൊണോപ്പൊളി, ദെൻ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, ദെൻ ഒലിഗോപ്പൊളി. ദെൻ ബ്ലോക്ക് 5 ഫാക്ടർ മാർക്കറ്റ്. അതിൽ ഫാക്ടർ മാർക്കറ്റ് ആൻഡ് പ്രൈസിംഗ്, അതുപോലെ തന്നെ ലേബർ മാർക്കറ്റ് ആൻഡ് ലാൻഡ് മാർക്കറ്റ്. ഇത്രയാണ് ബ്ലോക്ക് 5 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 6 വെൽഫെയർ ആൻഡ് മാർക്കറ്റ് ഫെയിലിയർ. അതിൽ വെൽഫെയർ, അലോക്കേറ്റീവ് എഫിഷ്യൻസി ആൻഡ് മാർക്കറ്റ് ഫെയിലിയർ ആൻഡ് റോൾ ഓഫ് സ്റ്റേറ്റ്. ഇത്രയാണ് ആ ബ്ലോക്ക് 6 വരെ കവർ ചെയ്യുന്നത്. ഇനി അടുത്ത കോഴ്സ് പ്രൊഫൈൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് ആണ്. BRL 101. അതും 6 ക്രെഡിറ്റ് തന്നെയാണ് വരുന്നത്. നമുക്കത് ബ്ലോക്ക് വൈസ് അല്ല, നമുക്കത് യൂണിറ്റ് വൈസ് ആണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ ബ്ലോക്കിന്റെ അവിടെ ഒന്നുമില്ലാത്തത്. ഓക്കെ, നമുക്ക് റീറ്റെയിലിംഗ് മാത്രമാണ് ഓരോ യൂണിറ്റ് ആയിട്ടുള്ളത്. 12 യൂണിറ്റ് ആണ് നമുക്ക് റീറ്റെയിലിംഗിന് കവർ ചെയ്യാനുള്ളത്. ഇതിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഇന്നത്തെ റീറ്റെയിൽ സിനാരിയോ ആൻഡ് ദെൻ കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ഫോർമാറ്റ് ആൻഡ് മെർക്കൻഡൈസിംഗ് ആൻഡ് സ്റ്റോർ ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എത്തിക്കൽ ഇൻ റീറ്റെയിലിംഗ്. ഇത്രയാണ് നമ്മൾ ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗിന്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൽ നേരത്തെ പറഞ്ഞു ഓരോ യൂണിറ്റ് ആണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ യൂണിറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് യൂണിറ്റ് 1 to 4 വരെ ഫൗണ്ടേഷൻസ് ആണ് പറയുന്നത്. അതിൽ യൂണിറ്റ് 1 റീറ്റെയിൽ സിനാരിയോ, ആൻഡ് യൂണിറ്റ് 2 റീറ്റെയിൽ കൺസ്യൂമർ, ആൻഡ് യൂണിറ്റ് 3 റീറ്റെയിൽ ഫോർമാറ്റ്, ആൻഡ് യൂണിറ്റ് 4 സോഴ്സിംഗ് ആൻഡ് മെർക്കൻഡൈസിംഗ് ആണ്. ദെൻ യൂണിറ്റ് 5 to 8 സ്റ്റോർ ആൻഡ് ഓപ്പറേഷൻസിൽ, ദെൻ യൂണിറ്റ് 5 സ്റ്റോർ ഡിസൈൻ ആൻഡ് വിഷ്വൽ മെർക്കൻഡൈസ്, ആൻഡ് ദെൻ യൂണിറ്റ് 6 റീറ്റെയിൽ ഓപ്പറേഷൻ ആൻഡ് സ്റ്റോർ മാനേജ്മെന്റ്, ദെൻ യൂണിറ്റ് 7 ലീഗൽ എൻവയറൺമെന്റ് ആൻഡ് സെക്യൂരിറ്റി, ആൻഡ് യൂണിറ്റ് 8 ടെക്നോളജി ഇൻ റീറ്റെയിലിംഗ്. ഇത്രയാണ് യൂണിറ്റ് 5 to 8 വരെ കവർ ചെയ്യുന്നത്. ദെൻ യൂണിറ്റ് 9 to 12 വരെ ട്രെൻഡ് ആൻഡ് എത്തിക്സ് ആണ്. അതിൽ യൂണിറ്റ് 9 റൂറൽ റീറ്റെയിലിംഗ് ആൻഡ് ഇ-ടെയിലിംഗും, യൂണിറ്റ് 10 എമർജിംഗ് ട്രെൻഡ്സ് ആൻഡ് കരിയേഴ്സും, യൂണിറ്റ് 11 എത്തിക്സ് ഇൻ റീറ്റെയിലിംഗും, ദെൻ യൂണിറ്റ് 12 റീറ്റെയിൽ ടെർമിനോളജീസും ആണ് കവർ ചെയ്യുന്നത്. അടുത്ത കോഴ്സ് പ്രൊഫൈലിൽ നമ്മൾ നോക്കുന്നത് BCOS 186 ആണ്. പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ്. അതും 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. നമുക്ക് 4 ബ്ലോക്ക് ആണ് വരുന്നത്. അതുപോലെ തന്നെ 14 യൂണിറ്റ് ആണ് വരുന്നത്. ഇതും മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സെയിൽസ് മാനേജ്മെന്റ് ആൻഡ് ബൈയിങ് മോട്ടീവ്സ് ആൻഡ് ദ സെല്ലിംഗ് പ്രോസസ്, പ്രോസ്പെക്ടിംഗ് ടു ക്ലോസിംഗ്, ആൻഡ് സോഫ്റ്റ് സ്കിൽസ് ഓർ എത്തിക്സ്
എത്തിക്സ് ഫോർ സെയിൽസ് പീപ്പിൾ. ഇത്രയാണ് നമ്മൾ ഇതിൽ ഈ സെയിൽസ്മാൻഷിപ്പ്, അതായത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിൽ ബ്ലോക്ക് 1 പേഴ്സണൽ സെല്ലിംഗിൽ ഇൻട്രൊഡക്ഷൻ ടു പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, സെയിൽസ് മാനേജ്മെന്റ്, സെയിൽസ് ഫോഴ്സ് മാനേജ്മെന്റ്, ഇത്രയാണ് യൂണിറ്റ് കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 ബൈയിങ് മോട്ടീവ്സിൽ ബൈയിങ് മോട്ടീവ്സ്, ബയർ ബിഹേവിയർ, സെയിൽസ് ഫോഴ്സ് മോട്ടിവേഷൻ, ഇത്രയാണ് യൂണിറ്റ് കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 3 സെല്ലിംഗ് പ്രോസസ്സിൽ സെയിൽസ് പ്രോസസ്, സെയിൽസ് പ്രസന്റേഷൻ ഓർ ഡെമോ, ആൻഡ് ദെൻ കൺക്ലൂഡിംഗ് സെയിൽസ്. ദെൻ ബ്ലോക്ക് 4 റിപ്പോർട്ട്സ് ആൻഡ് എത്തിക്സിൽ റിപ്പോർട്ട് ആൻഡ് ഡോക്യുമെന്റ്സ് ഇൻ സെയിൽസ് ആൻഡ് എത്തിക്സ് ഇൻ സെല്ലിംഗ് ആൻഡ് സ്കിൽ ഫോർ സെയിൽസ് പേഴ്സൺ ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, ഇത്രയാണ് ബ്ലോക്ക് 4 കവർ ചെയ്യുന്നത്. ഇനി അടുത്ത നമ്മുടെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് BE 181 എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസും നമുക്ക് 4 ക്രെഡിറ്റ് ആണ് വരുന്നത്, 4 ബ്ലോക്ക്, അതുപോലെ തന്നെ 14 യൂണിറ്റ് ആണുള്ളത്. ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എക്കോസിസ്റ്റം, അതുപോലെ തന്നെ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ആയ ലാൻഡ്, വാട്ടർ, ഫോറസ്റ്റ്, ബയോഡൈവേഴ്സിറ്റി, പൊല്യൂഷൻ, വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ ലെജിസ്ലേഷൻ ഓർ എത്തിക്സ്, ഇത്രയാണ് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അതിനുശേഷം വരുന്ന നമ്മുടെ കോഴ്സ് പ്രൊഫൈൽ എന്ന് പറയുന്നത് BED SV 101 വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. വാല്യൂ എഡ്യൂക്കേഷനിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്നത്, അതായത് നമുക്ക് 5 ബ്ലോക്ക് ആണ് ഉള്ളത്, ടോട്ടൽ 6 ക്രെഡിറ്റ് ആണ് അതിന് വരുന്നത്, 22 യൂണിറ്റ് ആണ് വരുന്നത്. വാല്യൂ എഡ്യൂക്കേഷനിലായാലും നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് മൊറാലിറ്റി, അതുപോലെ തന്നെ ഇന്ത്യൻ കൾച്ചർ ഓർ വാല്യൂസ്, ദെൻ തിയറീസ് ഓഫ് ഗുഡ്നസ് ഓർ കണ്ടക്ട്, ദെൻ സോഷ്യൽ ഡൈനാമിക്സ് ആൻഡ് വാല്യൂ ഡെവലപ്മെന്റ് ത്രൂ ഫാമിലി ഓർ സ്കൂൾ ഓർ മീഡിയ, ഇത്രയാണ് വാല്യൂ എഡ്യൂക്കേഷനിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത് മെയിൻ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ വാല്യൂ എഡ്യൂക്കേഷന്റെ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കാണാം. ബ്ലോക്ക് 1 കൺസെപ്ച്വൽ ഫ്രെയിംവർക്കിൽ സോഷ്യൽ മലൈസ് ആൻഡ് വാല്യൂ എഡ്യൂക്കേഷനും, ദെൻ യൂണിറ്റ് 2 കൺസെപ്റ്റ് ഓഫ് മൊറാലിറ്റി, ദെൻ ഡയമെൻഷൻസ് ഓഫ് മൊറാലിറ്റി, പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി, ഇത്രയാണ് ബ്ലോക്ക് 1 കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 2 കൾച്ചർ ആൻഡ് വാല്യൂസിൽ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്, ദെൻ വാല്യൂസ് ഇൻ ഇന്ത്യൻ ഫിലോസഫി, ആൻഡ് ദെൻ കൾച്ചറൽ പ്ലൂറലിസം ആൻഡ് വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഇത്രയാണ് ബ്ലോക്ക് 2 നമ്മൾ കവർ ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 3 തിയററ്റിക്കൽ ഫൗണ്ടേഷൻസിൽ തിയറീസ് ഓഫ് ഗുഡ്നസ് ആൻഡ് തിയറീസ് ഓഫ് കണ്ടക്ട് ആൻഡ് റീസൺ ആൻഡ് ഇമോഷൻസ്, ക്യാരക്ടർ ആൻഡ് പേഴ്സണാലിറ്റി, ഇത്രയാണ് നമ്മൾ ആ ബ്ലോക്ക് 3യും കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ബ്ലോക്ക് 4 നോക്കുന്ന സമയത്ത് സോഷ്യൽ ഡൈനാമിക്സ് ആണ്. അതിൽ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ, സോഷ്യൽ ഇന്ററാക്ഷൻ, വാല്യൂസ്, കോൺഫ്ലിക്ട് ആൻഡ് റെസൊല്യൂഷൻ, ദെൻ പ്രോസസ് ഓഫ് ഹ്യൂമൻ അഡ്ജസ്റ്റ്മെന്റ്, ദെൻ സോഷ്യൽ ലിങ്കേജസ്, ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 4 നമ്മൾ നോക്കുന്നത്. ദെൻ ബ്ലോക്ക് 5 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫാമിലി ആൻഡ് നൈബർഹുഡ് ആൻഡ് സ്കൂൾ ആൻഡ് പിയർ ആൻഡ് റോൾ ഓഫ് പാരന്റ്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് മീഡിയ, ഇത്രയാണ് നമ്മൾ ബ്ലോക്ക് 5 കവർ ചെയ്യുന്നത്. ഇത്രയാണ് നമ്മളുടെ 8 സബ്ജക്ട് എന്ന് പറയുന്നത്. നമ്മൾ 8 സബ്ജക്റ്റും അതിന്റെ കോഴ്സ് കോഡും അതുപോലെ തന്നെ അതിൽ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അസൈൻമെന്റ്സ് ആണ്. അസൈൻമെന്റ്സ് നമുക്ക് വരുന്നത് ഇപ്പൊ നമ്മൾ ജാൻ ബാച്ച് ആണ്. ജാൻ ബാച്ചിൽ വരുന്ന സമയത്ത് നമുക്ക് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്നത് മാർച്ച് 31 ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ജൂലൈ ബാച്ച് ആണെങ്കിൽ അവർക്ക് വരുന്നത് ഒക്ടോബർ 31 വരുന്നത്. അതായത് നമുക്ക് 2 ടേമിൽ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് ജാൻ ആണെങ്കിൽ നമ്മൾ മാർച്ചിൽ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ജൂലൈ ആവുന്ന സമയത്ത് നമ്മൾ ഒരു ഒക്ടോബർ 31 ആകുമ്പോഴേക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ 31 ആകാൻ നിൽക്കരുത്. അതിനൊരു 1 വീക്ക് മുന്നേ എങ്കിലും നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ അസൈൻമെന്റ് എഴുതുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഗൈഡ് ലൈൻസും കാര്യങ്ങളും ഉണ്ട്. അതായത് നമ്മുടെ മാർജിൻ എന്ന് പറയുന്നത് 4x2 ആണ്. അതൊക്കെ നമുക്ക് ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയും. അതുപോലെ തന്നെ നമുക്കൊരു മിനിമം പേജ് എന്ന് പറയുന്നത് 35 പേജസും മാക്സിമം എന്ന് പറയുന്നത് ഒരു 45 പേജസും ആണ് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് മിനിമം പേജ് എന്ന് പറയുന്നത് നമുക്ക് ഒരു അസൈൻമെന്റ്, നമുക്ക് 8 അസൈൻമെന്റ് ആണ് പ്രിപ്പയർ ചെയ്യാനുള്ളത്. അതിൽ ഒരു അസൈൻമെന്റ് എന്ന് പറയുന്നത് മിനിമം 35 പേജസും മാക്സിമം ഒരു 40-45 പേജസിനുള്ളിൽ നമ്മൾ എഴുതിയിട്ടുണ്ടാവണം. അതുപോലെ തന്നെ എഴുതുന്ന സമയത്ത് നമ്മളിപ്പോൾ ബ്ലൂ ഇങ്ക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ത്രൂ ഔട്ട് ദ അസൈൻമെന്റ് നമ്മൾ ബ്ലൂ ഇങ്ക് തന്നെ യൂസ് ചെയ്യുക. ബ്ലാക്ക് ഇങ്ക് ആണെങ്കിൽ ബ്ലാക്ക് ഇങ്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ സ്കെച്ച് പെന്ന്, മാർക്കർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യാനോ ഒന്നും പാടില്ല. നമ്മൾ അസൈൻമെന്റ് വെക്കുന്ന സമയത്ത് അത്രയും പ്രൊഫഷണൽ ആയിട്ടും നീറ്റായിട്ടും ക്ലിയർ ആയിട്ടും തന്നെ അസൈൻമെന്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഗൈഡ് ലൈൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്റേഴ്സ് പറയുന്ന ഗൈഡ് ലൈൻസ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളുടെ ടേം ആൻഡ് എക്സാമിനേഷൻ വരുന്ന സമയത്തും നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, എക്സാം രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിടേണ്ടതുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് നമ്മുടെ അസൈൻമെന്റ്സ് വന്നു കഴിഞ്ഞാൽ, അതായത് അസൈൻമെന്റ്സ് വരുന്നത് നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിലായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതാനുള്ള ഗൈഡ് ബുക്കും കാര്യങ്ങളും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും.
അതിനുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ ലേൺ വൈസിന്റെ ആപ്പിലുണ്ട്. അപ്പൊ നമുക്ക് അസൈൻമെന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. നമ്മുടെ അസൈൻമെന്റ് വരുന്നത് www.igno.az.in എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ്. നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡൗൺലോഡ് ഹബ് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ആ ഒരു വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? അസൈൻമെന്റ് ലിസ്റ്റ് വരും. അതായത് അസൈൻമെന്റ് ലിസ്റ്റിന്റെ അവിടെ നിങ്ങളുടെ കോഴ്സ് കോഡ്, അതായത് നിങ്ങൾക്ക് നേരത്തെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ കോഴ്സിനും ഓരോ കോഡ് ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് BCOC 131, അപ്പൊ നമ്മൾ സെർച്ച് കോഡിന്റെ അവിടെ നമ്മുടെ കോഡ് BCOC 131 എന്ന് കൊടുക്കാം. അപ്പൊ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അസൈൻമെന്റ് വന്നിട്ടുണ്ടാകും. അവിടെ അസൈൻമെന്റ് വരുന്ന സമയത്ത് നമുക്ക് അവിടെ വ്യൂ ഓർ ഡൗൺലോഡ് ഓപ്ഷൻ ഉണ്ട്. അതിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു അസൈൻമെന്റ് ഫയൽ കിട്ടും. ഇങ്ങനെയാണ് അസൈൻമെന്റ്സ് നമ്മൾ നമ്മുടെ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈറ്റിൽ നിന്ന് ഇങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു ഇതിലെ സ്ലൈഡിൽ പറയുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് വൈ മാപ്പിംഗ് മാറ്റേഴ്സ്, അതായത് നമ്മൾ എന്തിനാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഇവിടെ ചേർന്നിരിക്കുന്ന നമ്മൾ പറഞ്ഞു സിലബസ് ഡീകോഡിങ്ങിന്റെ സെഷനാണ്. എന്താണ് നമ്മൾ ഇന്ന് ചെയ്തത്? നമ്മൾ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും എന്താണ് നമ്മൾ കവർ ചെയ്യുന്നത് എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിന് എത്രയാണ് ക്രെഡിറ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി. അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റും എത്രയാണ് നമ്മുടെ ബ്ലോക്ക്, എത്രയാണ് നമ്മുടെ യൂണിറ്റ്, എത്ര ക്രെഡിറ്റിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സിലബസിലൂടെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹൗ, എങ്ങനെയെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. നമ്മുടെ സ്റ്റഡി റിസോഴ്സസ് ആയ നമ്മുടെ ആപ്പിൽ തന്നെ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അറിയാം നമുക്ക് വാല്യൂ ആഡഡ് നോട്ടും അതുപോലെ തന്നെ HB എന്ന് പറയുന്നതും അങ്ങനെ ഒരുപാട് ഷോർട്ട് നോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്റ്റഡി റിസോഴ്സസ് എല്ലാം ഇനി എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എക്സാം അപ്പിയർ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് റിസോഴ്സസ് ഉണ്ട് എന്നുള്ളത്. അതായത് നിങ്ങൾക്കറിയാം നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട് അല്ലെ, റെക്കോർഡ് ലെക്ചേഴ്സ് ഉണ്ട്. റെക്കോർഡ് ലെക്ചേഴ്സ് എന്ന് പറയുന്നത് മാക്സിമം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 40 മിനിറ്റ് അല്ലെങ്കിൽ 1 അവർ ആണ് വരുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ 2 വീഡിയോസ് ആയിട്ടാണ് നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഓരോ ബ്ലോക്ക് കഴിയുന്ന സമയത്ത് നമുക്ക് ഓൾറെഡി ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ട്. ആ ടൈം ടേബിൾ പ്രകാരം നമുക്ക് അതിൽ കാണാം ഒരു ബ്ലോക്ക് തീരുന്ന ദിവസം നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ട്. അതായത് ലൈവ് റിവിഷൻ ക്ലാസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ബ്ലോക്ക് തീരുന്നതിനനുസരിച്ചുള്ള ലൈവ് റിവിഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വാല്യൂ ആഡഡ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നോട്ടിന്റെ ഏറ്റവും ക്രിസ്പ് ആയിട്ടുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഫോമിൽ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് വാല്യൂ ആഡഡ് നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ്, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു എക്സാം സ്പെഷ്യൽ ഗൈഡും ഉണ്ട്. അതുപോലെ തന്നെ അസൈൻമെന്റ് ഗൈഡ്, ഞാൻ പറഞ്ഞു നമുക്ക് അസൈൻമെന്റ് ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നമ്മുടെ ആപ്പിൽ അതിന്റെ ഗൈഡ് ബുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഗൈഡ് ബുക്ക് നോക്കിയിട്ടും നമ്മുടെ കയ്യിലുള്ള എക്സ്ട്രാ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്തുകൊണ്ടും വേണം നമ്മൾ അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന്റെ അസൈൻമെന്റ് ഗൈഡ് ബുക്കും നമ്മുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ PYQA, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസും നമ്മൾ അതായത് പാസ്റ്റ് 5 ഇയേഴ്സിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സെഷൻ കൂടി തരുന്നുണ്ട് എക്സാമിന്റെ ടൈം ആവുന്ന സമയത്ത്. അതിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്ക്, ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ബ്ലോക്ക് ഏതാണ്, യൂണിറ്റ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ട് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ഇതിന്റെ കൂടെ ഒരു മോക്ക് പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടി അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു PYQA സെഷൻ ആയിരിക്കും അത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ എക്സാംസ്, നിങ്ങളുടെ സബ്ജക്റ്റും കാര്യങ്ങളൊക്കെ തീരുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതും സൂം ലിങ്ക് വഴി, സൂം ആപ്പ് വഴി തന്നെ ആയിരിക്കും. മോഡൽ എക്സാമിന്റെ ടൈമിലായാലും നിങ്ങൾ എന്ത് ചെയ്യണം, ക്യാമറ ഓൺ ചെയ്തിരുന്ന് എങ്ങനെയാണോ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും നിങ്ങൾക്ക് എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ടാകുക. അതുപോലെ തന്നെ നമുക്ക് TE ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതായത് നിങ്ങൾക്ക് എക്സാം ടൈമിൽ ചില സമയത്ത് സ്ട്രെസ്സോ കാര്യങ്ങളോ വരികയാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞങ്ങളെ കണക്ട് ചെയ്യാം. ഞങ്ങളുടെ ഹെൽപ്പ് ഡെസ്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ TE ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്കായിട്ട് എക്സ്ട്രാ സപ്പോർട്ടായിട്ട് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് 2 ലെവലിൽ നമുക്കുണ്ട്, അഡ്വാൻസ്ഡ് ലെവലിലും ഉണ്ട്, അതുപോലെ തന്നെ നോർമൽ ലെവലിലും ഉണ്ട്. അപ്പൊ നമ്മൾ നമ്മുടെ ലെവൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിലെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ കാണാം. അതുപോലെ തന്നെ നമ്മൾ വെൽബീയിങ് സപ്പോർട്ട് നൽകുന്നുണ്ട് നിങ്ങൾക്ക്. അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പല ഓപ്പർച്യൂണിറ്റീസും ഞങ്ങളുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആണ്. ഇനി ടേക്ക് അവേസും കാര്യങ്ങളും ആണ് ഈ സെഷന്റെ ലാസ്റ്റ് സ്ലോട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളോട് രാഗി മാം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓവർ ടു യു മാം. അപ്പൊ ഇത്രയും നേരം എന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് കഴിഞ്ഞതിന് ശേഷം എന്താണ് നമ്മള് പ്രോഗ്രാം എന്താണ്, കോഴ്സ് എന്താണ്, ബ്ലോക്ക് എന്താണ്, യൂണിറ്റ്സ് എന്താണ്,
ക്രെഡിറ്റ് എന്താണെന്നൊക്കെ നോക്കി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഓരോ 8 സബ്ജക്ട്സിലുള്ള യൂണിറ്റ്സില് ഇവിടെ നമ്മൾ പോയി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ലോജിഷ മാം പറഞ്ഞു തന്നു. ഇനി ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങൾ എന്തൊക്കെയാണ് മുൻപോട്ട് കൊണ്ടുപോവേണ്ടത് എന്നുള്ള കാര്യങ്ങളായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നും കൂടെ നമ്മൾ സമ്മറൈസ് ചെയ്തുകൊണ്ട് പറയാണ്. ഒന്നാമത് പറയാനായിട്ടുള്ളത് ക്രെഡിറ്റ് ഹെവി, അതായത് ഇതിൽ നിങ്ങൾക്ക് 8 സബ്ജക്ട്സ് ഉണ്ട്. 8 സബ്ജക്റ്റിനും മോസ്റ്റ്ലി എല്ലാ സബ്ജക്ട്സിനും 6 ക്രെഡിറ്റ് വെച്ച് വരുന്നുണ്ട്. അതായത് എല്ലാം ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ട്, അല്ലെങ്കിൽ ഏകദേശം നിങ്ങൾ നിങ്ങൾക്ക് 30 അവേഴ്സ് ഓഫ് സ്റ്റഡി ആണ് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം 180 അവേഴ്സ് ഓഫ് സ്റ്റഡി ഒരു സബ്ജക്റ്റിന് നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്ട്സുകളും കുറച്ച് നിങ്ങൾക്ക് എന്താണ് നമ്മൾ പറയില്ലേ, നമുക്ക് സിംപ്ലിഫൈ ചെയ്തിടാനായിട്ട് പറ്റില്ല. നമ്മളൊന്ന് ബാലൻസ് ചെയ്ത് പോകണ്ട, അല്ലെങ്കിൽ കുറച്ച് ഗൗരവപരമായിട്ട് നിങ്ങൾ സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ കണ്ടുകൊണ്ട് പഠിച്ചു പോവേണ്ടതാണ്. അപ്പോൾ നിങ്ങളൊരു നിങ്ങൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ട് നല്ല രീതിയിലുള്ള ഒരു പ്ലാനിങ് നിങ്ങൾ തുടക്കത്തിൽ നിങ്ങൾ നടത്തണം. അത് വെച്ചിട്ട് എപ്പോഴും നമ്മൾ പറയുന്ന പോലെ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നുള്ളതൊന്നല്ല നമ്മൾ പറയണം. നിങ്ങൾ കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഡെയിലി ഒരു 1 അവർ നിങ്ങൾ മിനിമം മാറ്റി വെക്കാൻ നിങ്ങൾ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോ എക്സാം വളരെ എളുപ്പത്തിൽ നിങ്ങൾ പാസ്സാവാം. നമ്മൾ മുന്നേ കൂട്ടി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ സബ്ജക്ട്സും 6 ക്രെഡിറ്റ് വെച്ചിട്ട് വരുന്ന സബ്ജക്ട്സുകളാണ്. അപ്പൊ ആയതിനാൽ തന്നെ നിങ്ങൾ ആ സീരിയസ്നെസ്സോട് കൂടിയിട്ട് നിങ്ങളുടെ പഠനത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് വൊക്കേഷണൽ കോഴ്സസുകൾ അല്ലെങ്കിൽ വൊക്കേഷണൽ സബ്ജക്റ്റുകളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് തിയറി പാർട്ട് മാത്രമല്ല കവർ ചെയ്ത് പോകുന്നത്. നിങ്ങൾക്കറിയാം പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ്, ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് എന്നൊക്കെ പറയുന്നത് എന്താ കുറച്ച് ജോലി അല്ലെങ്കിൽ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള കോഴ്സുകളാണ്. അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് എന്ത് കിട്ടുന്നുണ്ട്, പ്രാക്ടിക്കൽ നോളേജ് കിട്ടുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു മേ ബി ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനൊക്കെ മീൻസ് ജോലിക്കൊക്കെ പോവുകയാണെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന പ്രാക്ടിക്കൽ നോളേജ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് സ്ട്രക്ചർ ഫോളോ ചെയ്തുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇഗ്നോയുടെ സിലബസ് മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പൊ അതിന് ഒരു ബ്ലോക്ക് ഉണ്ട്, ബ്ലോക്കിന്റെ ഉള്ളിൽ യൂണിറ്റ്സ് ഉണ്ട്. ആ ഒരു ഹൈറാർക്കിയിലൂടെ തന്നെയാണ് ഇത് പോയിരിക്കുന്നത്. പിന്നെ ഇന്റർ ഡിസിപ്ലിനറി കോഴ്സുകളുണ്ട്. ഇതിൽ ജസ്റ്റ് കൊമേഴ്സ് സബ്ജക്ട്സ് മാത്രമല്ല എക്കണോമിക്സും കൂടി ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, എക്കണോമിക്സ് ആൻഡ് എൻവയോൺമെന്റൽ സ്റ്റഡീസും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലബ് ചെയ്തിട്ടുണ്ട്. പ്യുവർ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ മാത്രമല്ല ഇന്റർ ഡിസിപ്ലിനറി കോഴ്സസുകളും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതൊരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. ഇനി നമ്മൾ എല്ലാ സെഷൻസിന്റെ അവസാനം പറയുന്ന പോലെ നിങ്ങളുടെ വെരി ഫസ്റ്റ് സെഷനിൽ നമ്മൾ എന്ത് തന്നിട്ടുണ്ടായിരുന്നു, ഒരു ന്യൂ ഹൊറിസോൺസ് ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതാരെങ്കിലും ഇനി ഫില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഫില്ല് ചെയ്യണം. എത്രയും പെട്ടെന്ന് അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നമ്മളിപ്പോ സിലബസ് ഡീകോഡിംഗ് സെഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇനി നമ്മുടെ അവസാന സ്റ്റേജ് എന്ന് പറയുന്നത് കോഹോർട്ട് കണക്ട് ഫിനാലെ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. ഒരു സെഷനും കൂടി ഉണ്ട്. അതും പ്രോഗ്രാം വൈസ് ആണ്. 24 ഫെബ് മുതൽ 28 ഫെബ് വരെ ആണ് കോഹോർട്ട് കണക്ട് ഫിനാലേക്ക് വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ള സമയം. അതിൽ ഒരു ദിവസമായിരിക്കും നിങ്ങൾ ബികോം എഫുകാർക്കുള്ളത് വരുന്നത്. അത് ജസ്റ്റ് നമ്മളൊരു റാപ്പപ്പ് സെഷൻ പോലെയാണ്. നിങ്ങളുടെ എൻ്റെയർ ബാച്ചിലുള്ള ബാച്ച്മേറ്റ്സിനുമായിട്ട് കുറച്ച് ഗെയിമിംഗ് സെഷനും പ്ലസ് ഇതുവരെ കഴിഞ്ഞിട്ടുള്ള സെഷൻസ് എല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു റാപ്പപ്പ് വീഡിയോ, പിന്നെ ഒരു ക്ലോസിംഗ് നോട്ട്, ഇത്രത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോഹോർട്ട് ഫിനാലെ നമ്മൾ വെച്ചിട്ടുള്ളത്. സോ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് നമ്മൾ കരുതുകയാണ്. ഓക്കെ, അപ്പോ ഇന്നത്തെ സെഷനിൽ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള എല്ലാ ലേണേഴ്സിനും ലേൺവൈസിന്റെ ഭാഗത്തു നിന്നും ഞങ്ങള് മെന്റേഴ്സിന്റെ ഭാഗത്തു നിന്നും എന്താ പറയാ, നന്ദി രേഖപ്പെടുത്താണ്. ഇനിയുള്ള സെഷൻസിലും ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സെഷൻ ഉണ്ട്, അതിലും നിങ്ങൾ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യൽ. കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതുപോലെ അവരിത് കുറച്ചും കൂടി ഒന്ന് സ്മാർട്ടായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ. പിന്നെ പഠിത്തം എന്നും നിങ്ങൾ അതൊരു ഡെയിലി പ്രോസസ് ആക്കി മാറ്റുക. അതിന് കൃത്യമായിട്ടൊരു സമയം വെച്ച് ആ സമയത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ അവൈലബിലിറ്റി എൻഷുർ ചെയ്യുക. സമയം കിട്ടിയാൽ പഠിക്കാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കി സമയം ഉണ്ടാക്കി പഠിക്കണം എന്നുള്ളൊരു ചിന്താഗതിയിലോട്ട് നിങ്ങൾ എത്തണം. സോ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വീണ്ടും നിങ്ങൾക്ക് ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങളുടെ അക്കാഡമിക് ജേർണി നല്ല രീതിയിൽ തന്നെ ഈ വർഷം മുന്നോട്ട് പോട്ടെ. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ. ലേൺവൈസ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ താങ്ക് യു സോ മച്ച്. ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.